This news is brought to you by Z-Mobile, അമ്പലം റോഡ്, ചെറുപുഴ. പയ്യന്നൂർ കോളേജ് ഭരണസമിതി ജനറൽ സെക്രട്ടറിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ജോൺ ജോസഫ് തയ്യലിന്റെ നവതി ആഘോഷം വിപുലമായി സംഘടിപ്പിച്ചു. ചെറുപുഴ ലയൺസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും കുടുംബാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് അദ്ദേഹത്തെ ആദരിച്ചു. പയ്യന്നൂർ എഡ്യൂക്കേഷണൽ ഏജൻസി പ്രസിഡന്റ് കെ സുരേഷ് കുമാർ ജോൺ ജോസഫ് തയ്യലിന് ഉപഹാരം നൽകി ആദരവ് പ്രകടിപ്പിച്ചു. 1935 ജനിച്ച അദ്ദേഹം 1957 മലബാറിലേക്ക് കുടിയേറിയത്. കർഷകനായും രാഷ്ട്രീയ, സാമൂഹിക പ്രവർത്തകനായും ചെറുപുഴയുടെ വളർച്ചയിൽ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. കെ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ബാബു, മുതിർന്ന കോൺഗ്രസ് നേതാവ് വി കൃഷ്ണൻ മാസ്റ്റർ, ടി ചന്ദ്രൻ, ഡോക്ടർ VM സന്തോഷ്, കുട്ടിച്ചൻ തുണ്ടിയിൽ, റോയി ജോസഫ്, ബേബി മാങ്കോട്ടിൽ, ജെയിംസ് ടി തയ്യിൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കോൺഗ്രസ് പ്രവർത്തകർ, ലയൺസ് ക്ലബ്, വിക്ടറി ക്ലബ് പ്രതിനിധികൾ, പാലാവേൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ 1980-81 ബാച്ച് വിദ്യാർത്ഥികൾ എന്നിവർ അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഞാൻ ഇനി പങ്കുവയ്ക്കാം. അതിരാവിലെ എണീറ്റ് 1 ലിറ്ററോളം ചെറു ചൂടുവെള്ളത്തിലാണ് ദിവസത്തിൻ്റെ തുടക്കം. അതിനുശേഷം നീണ്ട പത്രവായന, മാതൃഭൂമിയും വീക്ഷണവും ദീപികയും തുടങ്ങിയ പത്രത്തിലെ എല്ലാ വാർത്തയും വിട്ടുപോവാതെ വായിക്കാറുണ്ട്. കൃത്യസമയത്ത് തന്നെ ദിവസവും ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കും. സമയനിഷ്ഠ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വലിയ പ്രത്യേകതയാണ്. എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് മാത്രമല്ല, എൻ്റെ താങ്ങും തണലുമായി എന്നും ഒരു നിഴൽ പോലെ എൻ്റെ ജ്യേഷ്ഠനായി മുമ്പിൽ നടന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. കോളേജിലെ ഡയറക്ടറാകുമ്പോഴും, ബാങ്കിലെ ഡയറക്ടറാകുമ്പോഴും, വായനശാലയിലെ വായനക്കാരനാകുമ്പോഴും, കോൺഗ്രസിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി എന്നോടൊപ്പം എല്ലാ രംഗത്തും ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ എല്ലാ വേദിയിലും പങ്കെടുത്ത വ്യക്തികളാണ്. അതിൽ ഒരു കാര്യത്തിൽ മാത്രമേ ഞാൻ അപ്പച്ചനോട് ഒപ്പെത്താതിരുന്നുള്ളൂ. 57 മലബാറിൽ കുടിയേറ്റത്തിൽ വന്ന് എടവരമ്പലി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർണാടക ഫോറസ്റ്റിൽ നിന്ന് ആന കയറി വരുന്ന എടവരം പ്രദേശം, ആ പ്രദേശത്ത് എല്ലാത്തിനെയും വകവെക്കാതെ കൃഷിപ്രവൃത്തിയുമായി മുന്നോട്ട് പോയ ഒരു മാതൃകാ കർഷകൻ എന്ന ആ ബഹുമതി അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ 65 കൊല്ലം ഒന്നിച്ച് നടന്ന എനിക്ക് പോലും ഈ തയ്യൽ അപ്പച്ചന് 90 വയസ്സായി എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. 4-5 ദിവസം മുമ്പ് അപ്പച്ചൻ പറയുകയാണ് എനിക്ക് വയസ്സ് 90ആയി. ഞാൻ പറഞ്ഞു ഇല്ല, നിങ്ങൾക്ക് 87 വയസ്സേ ആയിട്ടുള്ളൂ. അല്ല, 90 വയസ്സായി. ഏതായാലും ഞാൻ തർക്കിക്കാൻ നിൽക്കുന്നില്ല. അപ്പച്ചൻ പറഞ്ഞതാണ് ശരി, 90 വയസ്സായി എന്ന് ഞാൻ സമ്മതിച്ചു. വളരെ ദീർഘകാലം എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപുഴ വന്ന ആദ്യ കാലഘട്ടത്തിൽ 62-63 കാലഘട്ടം മുതൽ ഞാൻ ജോൺ ജോസഫ് തയ്യലുമായി അടുത്ത ബന്ധം പുലർത്തി വരുന്നൊരു വ്യക്തിയാണ്. ഇനി അത്രയും സർവീസുള്ള, സ്നേഹബന്ധം പുലർത്തി മുന്നോട്ട് പോകുന്ന ആളുകൾ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല.
ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 92077577.